നമസ്കാരം. ഹെൽത്ത് ഈസ് ദ വെൽത്ത് എന്നാണ്. ഇപ്പോൾ ഒരു കോടീശ്വരനായി കഴിഞ്ഞാലും ചെറിയ ആളായി കഴിഞ്ഞാലും വലിയ വലിയ ആരോഗ്യമില്ലെങ്കിൽ എന്താണ് പ്രയോജനം? അതുകൊണ്ട് ഒരു മൂലയ്ക്ക് പഴയ ഓട്ടുപാത്രം പോലെ ഇരിക്കാനേ പറ്റൂ. അതിലിപ്പോൾ കോടീശ്വരനെന്നോ ഡോക്ടറെന്നോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ധർമ്മക്കാരനോ യാതൊരു വ്യത്യാസവുമില്ല, അവർ അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റല്ല, ഹെൽത്ത് പ്രൊഫഷനെ പറ്റി. അപ്പോൾ ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും എല്ലാം ശരി തന്നെയാണ്. ആരും ഈ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കാതെ ഇല്ല. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ സംഭവിച്ചത് നിങ്ങളെല്ലാം വായിച്ചു കാണുന്നതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതേപ്പറ്റി പറയുന്നില്ല. ഇത് സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ഡോക്ടർമാരുടെ കാര്യം മാത്രമല്ല. ഞാനൊരു ഡോക്ടേഴ്സിനെയും കുറ്റം പറയില്ല. ഏത് സിസ്റ്റം ആയിക്കഴിഞ്ഞാൽ അത് അവർ പഠിച്ചത് അവർ സത്യസന്ധമായിട്ട് ചെയ്യുന്നു. പക്ഷേ എന്നാലും ഇതിനെല്ലാം എറേഴ്സ് വരാം. ഇപ്പോൾ മെഡിക്കലായിട്ട് ഡോക്ടർമാരായി കഴിഞ്ഞാലും ഞാൻ ഡോക്ടർ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കരുണ്ട, ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് എറേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവർ പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം. ഇപ്പോൾ അക്യൂട്ട് ആയിക്കഴിഞ്ഞാലും ഒരു പേഷ്യൻ്റ് എന്തെല്ലാം നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ, ഇപ്പോഴെന്താണ്, ഇപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കൊടുക്കണം. അഥവാ ഇപ്പോൾ ചിലപ്പോൾ ഒരു ജൂനിയർ ഡോക്ടറായിരിക്കും, അത്ര എക്സ്പീരിയൻസ് ആ ഫീൽഡിൽ കാണത്തില്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൊടുക്കുന്നതിന് ചോദിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ഡോക്ടർമാർക്ക് ഒട്ടും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഈഗോ. ഈ ഗവൺമെൻറ് ആശുപത്രിയിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ എന്തുകൊണ്ട് ഈ പേഷ്യൻസിന് ദാരുണമായ അന്ത്യം ഉണ്ടാകുന്നു? അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം കൺസേൺഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നടത്തിയ സ്ഥാപനം അത് നടത്തുന്ന അതിൻ്റെ ആരാണ് അതിൻ്റെ ഉത്തരവാദി, അവർക്ക് തന്നെ ആയിരിക്കും അവസാനം വരുന്നത്. അത് അവരുടെ നെഗ്ലിജൻസ് മറ്റുള്ളവരുടെ നെഗ്ലിജൻസ് കൊണ്ടായാലും നമ്മളുടെ അത് വന്ന് ഭവിക്കത്തുള്ളൂ. ഇപ്പോൾ ചില പേഷ്യൻസ് സൈഡിലായിക്കഴിഞ്ഞാൽ അല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ അവർ തറവായിട്ട് ഒരു എക്സാമിൻ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവൂ. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് അഥവാ താമസിച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, എന്തെങ്കിലും നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ സെൻസിബിളായിട്ടുള്ള ഒരു ഒപ്പീനിയനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയഗ്നോസ് ചെയ്തതിന് ശേഷമേ ചെയ്യാവൂ. പക്ഷേ എന്ന് വിചാരിച്ചു ഈ പൊതുജനങ്ങളുടെ കയ്യിലുമുണ്ട്. അവർക്കിപ്പോൾ ഇവർ പറയാം, എൻ്റെ ഈ പേഷ്യൻ്റ് ഇന്ന കുഴപ്പങ്ങളുണ്ട്, നേരത്തെ ആസ്മ ഉണ്ട്, അലർജി ഉണ്ട്, അല്ലെങ്കിൽ അതുണ്ട് ഇതുണ്ട്, അവർക്ക് പറയണം. അല്ലെങ്കിൽ ഡോക്ടർക്കൊന്നും അറിയാൻ ഒക്കത്തില്ല. പിന്നെ അത് മാത്രമല്ല, ഈ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യങ്ങളൊന്നും അവർ പറയില്ല. ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യവും ഇല്ല. പിന്നെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഈ ഹോസ്പിറ്റലിലൂടെ മെഡിസിൻ ഇരിക്കുന്നു. ഒരു ഹോസ്പിറ്റലിലും പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ആ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസോ അല്ലെങ്കിൽ അവർക്ക് അവൈലബിളായിട്ട് ഡോക്ടർമാർക്കൊന്നും ചെയ്യാനും ഒക്കത്തില്ല. അവരവിടെ അവൈലബിളായിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ അതില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. അപ്പോൾ ചിലപ്പോൾ അത് ഗുണം ചെയ്തേക്കാം, അല്ലെങ്കിൽ ദോഷം ചെയ്തേക്കാം. അത് ഡോക്ടർ നോക്കേണ്ട കേസാണ്. പിന്നെ പേഷ്യൻസിൻ്റെ സൈഡിലുമുണ്ട്. അവർ സത്യം കാര്യങ്ങളൊന്നും പറയില്ല. ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ആരെങ്കിലും അയൽവാസികളോ ആരെങ്കിലും ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കൺസേൺ ഡോക്ടർക്കും ഉണ്ടാവും. പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം ആയിക്കഴിഞ്ഞാലും നമ്മുടെ ആ സർവീസ് അല്ലെങ്കിൽ ആ സിൻസിയറിറ്റി ആശ്രയിച്ചിരിക്കും. വരുന്ന ആളുകളുടെ എല്ലാം കൺവിൻസ് ചെയ്തിട്ട് മാത്രമേ നമ്മളൊരു പേഷ്യൻറ്റിനെ ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് അവരുണ്ടാക്കും. അവരുടെ സൈഡിൽ നിന്നായാലും മറ്റ് പൊതുജനത്തിൻ്റെ ആയിക്കഴിഞ്ഞാലും എല്ലാം ഇത് അഫക്റ്റ് ചെയ്ത് അവസാനം വരുമ്പം ഡോക്ടർക്കും ആ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആയിരിക്കും. ഇത് അവോയ്ഡ് ചെയ്യാൻ ഒറ്റയൊരു കാര്യമുള്ളൂ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ രാവിലെ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചുമ്മാ എന്താ നടക്കുന്നത് അറിയാൻ വേണ്ടി പലപ്പോഴും പല OPയിലുമൊക്കെ പോയി നിന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ പ്രത്യേകിച്ച് ഈ സമയത്ത് ഡെങ്കിപ്പനി, വൈറൽ ഫീവർ, മഞ്ഞപ്പിത്തം ഇല്ലാത്ത രോഗങ്ങളൊന്നുമില്ല. അത് മാത്രമല്ല, ഈ വരുന്ന പേഷ്യൻസിന് തന്നെ രോഗികളായിട്ട് തന്നെയാണ് വരുന്നത്. കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സും 2 മണിക്കൂറോ 3 മണിക്കൂറോ അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം നമുക്കൊരു മുൻകൂട്ടിയുള്ള വിധിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രതിവിധിയോ ഒന്നും നമ്മൾ കരുതാറുമില്ല. പിന്നെ
ഈ മെഡിസിൻസ് കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ മിക്കവാറുമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇല്ല. അതൊരു സത്യമാണ്. അതെല്ലാ ഡോക്ടേഴ്സിനും അറിയാവുന്നതുമാണ്. അവിടെ ഇരിക്കാൻ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇപ്പോൾ ഉദാഹരണം കുറേ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇപ്പോൾ ഹൗസ് സർജൻസായിട്ട് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് നടത്തുന്ന കുറേ ജൂനിയർ ഡോക്ടേഴ്സുണ്ട്. ഈ എല്ലാ ആളുകളും കൊണ്ട് ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് ഒ പിയിൽ പോകേണ്ടത്. ഒരു ഒ പി ചിലപ്പം 50, 20, 30 പേര് നിൽക്കേണ്ട സ്ഥലത്ത് അതിൻ്റെ 10 മടങ്ങാണ്. 500, 1000 ആളുകളാണ്. അവർക്ക് മൂത്രമൊഴിക്കാൻ സമയമില്ല, വെള്ളം കുടിക്കാൻ സമയമില്ല, ഒന്നിനും ഒരു സമയമില്ല. അവരും രോഗികളായിട്ട് മാറും കുറേ സമയം ഇരുന്ന് കഴിഞ്ഞാൽ. പക്ഷേ ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആവുന്നതിന് മുമ്പും ഇപ്പോഴും ഒരു തേർഡ് വേൾഡ് കൺട്രി തന്നെയാണ്. പട്ടിണി രാജ്യം തന്നെയാണ്. യാതൊരു പുരോഗമനവും ഉണ്ടായിട്ടില്ല ഇതുവരെയും. പക്ഷെ ഞാൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ഒഴിവാക്കാം, ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം, ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധികൾ എങ്ങനെ ചെയ്യാമെന്നുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കും. ഞാൻ ഫ്രീ ആയിട്ടുള്ള അഡ്വൈസും കൊടുക്കും, ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷനും കൊടുക്കും. അവരാരടുത്തെല്ലാം പോകണം, പോകാതിരിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം.